വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എൻ്റെയും ശ്രീൻ്റെയും സാവിൻ്റെ ലൈഫിൽ പുതിയൊരാൾ വരാൻ പോകുന്നതെന്ന്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആരാണ് പുതിയ ഒരാൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ ചിലർ എന്നെ ഗർഭിണിയാക്കി കൈസ്. എൻ്റെ അടുത്ത് വാട്സപ്പിലും കമൻറ്റിലും 2-3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പിലും എൻ്റെ ഫ്രണ്ട്സെല്ലാം ചേടാ നീ പ്രഗ്നൻ്റ് ആണെന്നോന്ന്. അല്ല കൈസ്, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഞാൻ ഒന്നിൻ്റെ ക്ഷീണത്തിൽ തന്നെ റിക്കവറായി വരുന്നതേ ഉള്ളൂ എൻ്റെ ബോഡിയെല്ലാം. എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് വരാല്ലേ. ഞാൻ കുളിക്കെല്ലാം ചെയ്തിനേട്ടാ, നല്ലൊരു കാര്യത്തിന് പോകുന്നതല്ലേ, കുളിച്ചിട്ടെല്ലാം പോകാമെന്ന് വിചാരിച്ച്. പിന്നെ വരുന്ന വഴിക്ക് അമ്പലത്തിലും കൂടി കയറണം, അതുകൊണ്ടാണ് ഞാൻ തലയിലും കുളിച്ച് സുന്ദരിയായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെമ്പിള്ളേർ സ്വതവേ അമ്പലത്തിലല്ലാണ്ട് മറ്റേടെ പോകുമ്പോഴും തലയിലും കുളിച്ച് നനച്ചിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അത് എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇന്ന് പിന്നെ നല്ലൊരു കാര്യമായതുകൊണ്ടാണ് ഞാനും തലയിലും കുളിച്ചിട്ട് പോകുന്നത്. ന്യൂ മെമ്പർ വരുന്ന സന്തോഷത്തിൽ അതിനെ വരവേൽക്കാൻ എൻ്റെ മുഖത്ത് ന്യൂ കുരുക്കളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷോറൂമിലെത്തി. ഇവളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ടൗണിൽ നിന്ന് പിക്ക് ചെയ്തതാണ്. ഒരു എളുപ്പമില്ലാണ്ട് എൻ്റെ കുപ്പായത്തിൽ അവളെ ക്യാമറ അവളെ തുടക്കുന്നു. പിന്നെ ഞാനും അവളെ കുപ്പായത്തിൽ കുറെ തുടച്ചതുകൊണ്ട് ക്ഷമിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നതും അവർ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയാൻ വന്നത്. ഇതാണ് അനുയേച്ചി ഞാനും തമ്മിലായിരുന്നു കമ്മ്യൂണിക്കേഷൻ മൊത്തം. അയച്ചി എനിക്ക് സർവീസ് എടുക്കേണ്ട കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞിരുന്നുണ്ടായിരുന്നു. എനക്കാണെങ്കിൽ ഓട്ടോൻ്റെ അകത്ത് ഫോൺ നോക്കിയിട്ട് തല കറങ്ങിയിട്ട് ഒന്നും തിരിയുന്നും കൂടി ഉണ്ടായിട്ടില്ല ഗൈസ്. എന്നാ പിന്നെ നമുക്ക് നമ്മളെ വണ്ടി റിവീൽ ചെയ്താലോ. ഇതാണ് നമ്മളെ പുതിയ വണ്ടി, നമ്മളെ പുതിയ മെമ്പർ. യമഹേന്റെ റേസർ ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കരുത്, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എനിക്ക് സ്വതവേ ഈ വണ്ടികളെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ അറിവുകളൊന്നുമില്ല. അങ്ങനെ അവർ തരുന്ന ഒരു കീയും വാങ്ങി സവിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ വണ്ടി ഇത്, എൻ്റെ പുതിയ വണ്ടി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആടിന്. പിന്നെ അയച്ച് ബാക്കി വണ്ടീൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞെന്ന് മാമനും പറഞ്ഞു കൊടുത്ത്. ഹെൽമെറ്റെല്ലാം ഇട്ട് സെറ്റായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ ഇതൊന്ന് ഓടിക്കുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഗൈസ്? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഓടിക്കാൻ അറിയില്ല. നമ്മളെ ബാംഗ്ലൂർ ലൈഫിൽ ഒരു വണ്ടി അത്യാവശ്യമാണെന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു വണ്ടി എടുക്കാനുള്ള പ്ലാൻ വന്നത്. അപ്പൊ ശ്രീക്കേ ഓടിക്കാൻ അറിയുള്ളൂ, എനിക്ക് ഓടിക്കാനൊന്നും അറിയില്ല. ഇതങ്ങനെ നമ്മളെ ഡ്രീം വണ്ടിയോ കുറെ ആഗ്രഹിച്ച വണ്ടി വാങ്ങുന്നതോ അങ്ങനെ ഒന്നുമല്ല. പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു നല്ല മൈലേജ് ഉള്ള ഒരു സ്കൂട്ടി, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. അവര് നമുക്ക് 2 ഹെൽമെറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമനാണ് സ്കൂട്ടി എടുക്കുന്നത്. ഇതിനിപ്പോ ഞാൻ ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകും. നാളെ രാത്രി തന്നെ നമ്മൾ ബാംഗ്ലൂരേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്കൂട്ടിയും കൂടി കൊണ്ടുപോകുന്നത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഞാൻ നാട്ടിൽ നിന്നത്. നാളെ തിരിച്ചു പോകുന്നില്ലേ എന്നെല്ലാം കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ നിന്നത്. ഇനിയിപ്പോൾ നമ്മൾ നാളെ പോക്കായി ഷോറൂമിലെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നേരെ അമ്പലത്തിൽ പോയി ഒന്ന് പൂജിച്ചിട്ട് വീട്ടിലേക്ക് പോകും. പിന്നെന്ന് വെച്ചാൽ വണ്ടി എടുത്തപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ചെടുത്തതൊന്നും അല്ലെങ്കിലും അതങ്ങനെ എടുത്ത് നമ്മളെ വണ്ടി എന്നെല്ലാം ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. വണ്ടി എടുത്ത് നമ്മൾ പോവുകയാണ് ഗായ്സ്, ജോലിക്കാരി. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലാന്ന് പോകുന്നത്. മാമൻ ഓൾറെഡി വണ്ടിയും കൊണ്ട് പോയി. എനിക്ക് പിന്നെ ഓടിക്കാൻ അറിയില്ല. പിന്നെ നമുക്ക് അമ്പലത്തിലെത്തി. മാമൻ അങ്ങനെ വണ്ടിയും കൊണ്ട് നമ്മൾ എത്തുന്നതിന് മുമ്പേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് മാധവത്ത് എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് ഈ വന്നത്. ഏട്ടൻ്റെ സ്കൂട്ടി, അതായത് ഏട്ടൻ്റെ ബുള്ളറ്റ് എടുത്ത സമയത്തും നമ്മൾ ആ ബുള്ളറ്റ് എടുത്ത് ഡയറക്റ്റ് ഇവിടെ വന്ന് പൂജിച്ചിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. അമ്മക്കത് നിർബന്ധമാണ് അങ്ങനെ ചെയ്യണം എന്ന്. അപ്പൊ അതുകൊണ്ടാണ് വൈകുന്നേരം ഡെലിവറി ആക്കിയത് സ്കൂട്ടീനെ. നേരെ അമ്പലത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട്. ഡയറക്റ്റ് പൂജിച്ചിട്ട് മാത്രം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. അമ്മ വാശി പിടിക്കുന്നതിനോട് നമ്മൾ അങ്ങനെ എതിർക്കലൊന്നും ഇല്ല കേട്ടോ. കാരണം വണ്ടിയല്ലേ, നമ്മൾ റോട്ടിലോട്ട് ഓടുന്നതാണ്, നമുക്കൊരു സേഫ് ആയിക്കോണ്ട് എന്നുള്ളതിലാണ് അമ്മ അങ്ങനെ പറയുന്നത്, പൂജിച്ചിട്ട് തന്നെ എടുത്തോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിൽ വലിയ വാശിയൊന്നും അമ്മനോട് പിടിക്കില്ല. അമ്മ പറയുന്നതിനോട് നമ്മൾ ഓക്കെ പറഞ്ഞു പോവലാണ്. എന്റെ ഒരു കാര്യം പറയുന്നതാണെങ്കിൽ എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാണ്ടൊന്നും കേട്ടോ. സ്കൂട്ടി ഓടിക്കാനെല്ലാം അറിയുന്നുണ്ടായിന്. പക്ഷെ എനിക്ക് ഒരു ദിവസം സ്കൂട്ടി എടുത്ത സമയത്ത് എനിക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ധൈര്യമില്ല. എനിക്ക് ഓടിക്കാനും ധൈര്യമില്ല, വേറൊരാളെ ബാക്കിൽ ഇരിക്കാനും ധൈര്യമില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഒരിക്കൽ സ്കൂട്ടി എടുത്തിട്ട് പോകുന്ന സമയത്ത് ഞാനും ഏട്ടനും കൂടി പോകുന്നുണ്ടായത്. എൻ്റെ ഏട്ടനുണ്ട് രഞ്ജു. അപ്പം നമ്മൾ രണ്ടാളും വീണ് ഞാൻ ആ സ്കൂട്ടി എടുത്ത് അങ്ങനെ ഇതിൻ്റെ മുകളിലെല്ലാം കയറി എന്തെല്ലോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ലോണം പേടിയായി. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. റോട്ടുമേലോട്ട് ഏതൊരു വണ്ടിയിൽ പോകാനും എനിക്ക് പേടിയാണ്. ആ ഒരു ധൈര്യം എൻ്റെ മനസ്സിന് വരുന്നില്ല ഗൈസ്. ഞാൻ ട്രൈ ആക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴൊക്കെ ധൈര്യം വരുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു സ്കൂട്ടി ഉണ്ടല്ലോ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ച് പഠിച്ച് ട്രൈ ആക്കണം എന്ന് വിചാരിക്കും. ഞാനും ശ്രീ ഒരു വണ്ടി എടുത്തിട്ട് എവിടെ പോകുന്നുണ്ടെങ്കിലും ഭൂലോ കടിയാണ്. ഏച്ചിമാരപ്പുറം പോകുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ അവർ കുറച്ചൊന്ന് സ്പീഡാക്കുമ്പോൾ മെല്ലപ്പോ പിന്നെ വളക്ക് കുഞ്ഞാപ്പുറം മെല്ലെ വളക്ക് ഞാൻ അവർ ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് ഞാൻ ചെയ്യും. അങ്ങനെ ചില കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് തീരെ ധൈര്യമില്ല. പക്ഷെ എനിക്ക് എത്ര തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഓക്കെ ആക്കി എടുക്കാൻ നോക്കിയാലും എനിക്കത് പറ്റുന്നില്ല. ഇനി അതെല്ലാം ശരിയാക്കണം. അങ്ങനെ ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ച് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഏട്ടനാണ് വീട്ടിലേക്ക് സ്കൂട്ടി എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ ഏട്ടൻ സ്കൂട്ടി എടുത്തപ്പോൾ എന്നോട് പറയുന്നുണ്ട് വാ ബാക്കിൽ നീ കയറിക്കോന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട അമ്മേനെ കയറ്റിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ അമ്മേനെയും കയറ്റിയിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. അമ്മയാണല്ലോ നമ്മളെല്ലാം. ഏട്ടൻ ബുള്ളറ്റ് എടുത്തപ്പോൾ ഏട്ടൻ ആദ്യമായിട്ട് അമ്മേനെ തന്നെയാണ് കയറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞു നീ അമ്മേനെ തന്നെ കയറ്റിയിട്ട് പോയിക്കോ പറഞ്ഞു.
പറഞ്ഞു. ഇനി ഈ 2 പടകളെയും കൂട്ടി നമുക്ക് വീട്ടിലേക്ക് പോകണം ഗൈസ്. ആടുന്ന് ഗണപതിന്റെ അടുത്ത് തേങ്ങ എടുത്ത സമയത്ത് നമുക്കൊരു കഷ്ണം തേങ്ങ വന്നിട്ടുണ്ടായി. ആ തേങ്ങ കാണാൻ കേടുന്നില്ലാത്തൊരു ഭയങ്കര ടേസ്റ്റും. പിന്നെ തേങ്ങക്ക് ഞാനും കിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവലേ. പിന്നെ ഷവർമയും വാങ്ങി നേരെ വീട്ടിലേക്ക്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പൊ ശരി ഗൈസ്, ബൈ.